രാജ്യത്തെ ഇന്ധന വിലയിൽ വർധനവ് വന്നിട്ടുണ്ട് എന്ന കാര്യം. പെട്രോളിനും ഡീസലിനും ഒക്കെ 3 രൂപ വീതമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 മെട്രോ സിറ്റികളിലാണ് വില വർധനവ് പ്രാബല്യത്തിൽ വരിക. മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി ഈ 4 ഇടങ്ങളിലാകും ഇന്ധന വിലയിൽ നിലവിൽ കൂട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസും കൊച്ചിയിൽ നിന്ന് ഇസത്തും നമുക്കൊപ്പം തത്സമയമുണ്ട്. ഇതിൽ ആദ്യം നമുക്ക് കൊച്ചിയിലേക്ക് ഇപ്പോൾ ഒരു പമ്പിൽ, പെട്രോൾ പമ്പിൽ ഇസത്തുണ്ട്. ഇസത്തെ, ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു ഇന്ധനവില വർധനവൊക്കെ രാജ്യത്തുണ്ടാകുമെന്നുള്ളത്. പക്ഷെ ഇത്ര ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേരത്തെ പ്രീമിയം പെട്രോളിനൊക്കെ വില കൂടിയെങ്കിലും ഇതിനെ അധികം അങ്ങനെ ബാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ തന്നെ ഇത്ര കണ്ട് കൂടുമെന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ 2-3 രൂപയൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് അത്ര കണ്ട് വലുതാണ്. എന്താണ് ഈ പമ്പിലെ രാവിലത്തെ കാഴ്ചകളൊക്കെ? സേതു, ഗുഡ് മോർണിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് ഇത്രയും വലിയൊരു വർധനവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എളംകുളത്ത് സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ യാത്രക്കാരൊക്കെ വന്നിട്ട് പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് പോവാണ്. ഒരു യാത്രക്കാരനിപ്പോൾ ഇവിടെ വന്നു പെട്രോൾ അടിക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടെ പെട്രോൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഈ വില വർധനവ് വന്ന് 2 ദിവസത്തിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ പമ്പ് പ്രവർത്തനം തുടങ്ങുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വില പുതിയതായിട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഈ പെട്രോൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ പെട്രോൾ ഇല്ല, കാരണം നാളെയോ മറ്റന്നാളെയോ ആണ് ഇവിടെ പ്രവർത്തനം തുടങ്ങുള്ളൂ. അതായത് പുതിയ വില വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ പ്രവർത്തനം നടത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവിടെ ജീവനക്കാരൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഇവരെല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു വലിയ ഒരു വർധനവ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷെ അത് ഒറ്റയടിക്ക് ഇങ്ങനെ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് സേതു. ശരി ശരി ഇസത്തെ, അങ്ങനെ ഒരു അക്സെപ്റ്റൻസിന്റെ കുറവുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോൾ പെട്രോളിനൊക്കെ എത്ര വില കൂട്ടിയാലും പെട്രോൾ അടിച്ചാലേ പറ്റുള്ളൂ. അത് ജനം ആ ഒരു ഒഴുക്കിനൊത്തങ്ങ് നീന്തിപ്പോവും. ഇതിന് മുമ്പൊക്കെ പെട്രോൾ വർദ്ധിപ്പിച്ച സമയത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോഴും വേറെതും ചെയ്യാൻ പറ്റില്ലല്ലോ, മനുഷ്യന് ജീവിക്കണമല്ലോ. അപ്പോൾ പിന്നെ കടം വാങ്ങിച്ചാണെങ്കിൽ പെട്രോൾ അടിക്കുക, അത്രേ ഉള്ളൂ വഴി. തിരുവനന്തപുരത്ത് നമ്മുടെ ഹാൻസ് കൂടി ചേർന്നുണ്ട്. ഹാൻസേ, തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ബേക്കറി ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലാണ്. ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പാണ്. ഏറ്റവും അധികം തിരക്കുള്ള, നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള പമ്പാണിത്. പക്ഷേ നമ്മൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച്, ഇപ്പോൾ നേരത്തെ സേതു അടക്കം പറഞ്ഞതനുസരിച്ച് 4 മെട്രോ നഗരങ്ങളിൽ വർധന ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിൽ പോലും ഇവിടെ വില വർധനവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ പെട്രോൾ പമ്പിലെ ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നതനുസരിച്ച് 3 രൂപ പെട്രോളിനും ഡീസലിനും ഇതിനോടകം തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ വില വർധന പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിട്ടുള്ള ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, രാവിലെ പെട്രോളിന് വില കൂട്ടിയെന്നാണ് നമ്മളെല്ലാവരും അറിയുന്നത്. പൈസ ഇവിടെ കൂട്ടിയിട്ടുണ്ടോ? എന്താണ് വില കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പെട്രോളിൻ്റെ ഇത് ഭാരതിൻ്റെ പെട്രോളാണ്, പമ്പാണ്. ഇവിടെ ആണെങ്കിൽ 3 രൂപ 15 പൈസ പെട്രോളിനും ഡീസലിന് 3 രൂപ 16 പൈസയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 രൂപ കൂട്ടുമെന്നായിരുന്നു നേരത്തെ ഉള്ള ഒരു ഇൻഫർമേഷൻ. ഇനിയിപ്പോൾ ഡെയിലി കൂട്ടുമെന്ന് അറിയില്ല. കാരണം 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഡെയിലി വില മാറുമായിരുന്നു. അത് 6 മണിയാകുമ്പോൾ സമയത്ത് ഇവിടെ വില മാറും. ചെറിയൊരു വ്യത്യാസമുണ്ട്, 1 രൂപ 2 രൂപ അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ മാറുമെന്ന് അറിയില്ല. എന്തായിരുന്നാലും വില കൂടിയത് സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എല്ലാവരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. സാധാ പെട്രോളിന് മാത്രമാണോ പ്രീമിയത്തിനും കൂടിയിട്ടുണ്ടോ? പ്രീമിയത്തിന് നേരത്തെ കൂട്ടിയായിരുന്നു. നേരത്തെ ഒരു 20 രൂപ വരെ കൂട്ടിയായിരുന്നു. പ്രീമിയം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്കില്ല. അതിനിപ്പോൾ അതിന് കൂട്ടിയിട്ട് അറിയില്ല. ചിലപ്പോൾ അതിന് കൂട്ടിയിരിക്കാം. നേരത്തെ അപ്പോൾ 107 രൂപയായിരുന്നു, ഇപ്പോൾ 110ലേക്ക്. 107 രൂപ 47 പൈസ ആയിരുന്നു നേരത്തെ ഉള്ള. 49 പൈസ ആയിരുന്നു റേറ്റ്. ഇപ്പോൾ അത് 3 രൂപ 15 പൈസ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 110 രൂപ 76 പൈസ പെട്രോളിന്. ഈ കാണാൻ കഴിയുന്നത് പോലെ തന്നെ 110 രൂപയിലേക്ക് പെട്രോളിൻ്റെ വില മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ചേട്ടൻ പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന അനുസരിച്ച് മറ്റ് പെട്രോൾ പമ്പുകളും നേരത്തെ മറ്റ് ജീവനക്കാരൊക്കെ, വേറെ പെട്രോൾ പമ്പിലെ ജീവനക്കാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെയും പറഞ്ഞത് ഇത്തരത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പല പെട്രോൾ പമ്പുകളിലും കൂട്ടിയിട്ടുണ്ട്. HP-യുടെ ഒക്കെ പെട്രോൾ പമ്പുകളിൽ കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചേട്ടാ, പെട്രോളിൻ്റെ വില കൂട്ടിയിട്ടുണ്ടല്ലോ? കൂട്ടിയിട്ടുണ്ട്. ഞാൻ കാരണം ആ ഒരു എമൗണ്ട് നോക്കാതെ അടിക്കും. ഒരു ലിമിറ്റ് എമൗണ്ടാണ് ചെയ്യുന്നത്. ഇത് രാവിലെ അറിഞ്ഞിരുന്നോ വില കൂട്ടിയാൽ? ഇവിടെ വന്നപ്പോഴാണോ അറിഞ്ഞത്? ഇല്ല, ഇപ്പോഴാണ് അറിയുന്നത്.
ഇതിപ്പോ ഇലക്ഷൻ കഴിഞ്ഞപ്പോ കൂട്ടി, ലക്ഷം കഴിഞ്ഞ കൂട്ടി. വലിയ പ്രതിസന്ധി അല്ലേ? അതെ അതെ, പിന്നെ നല്ല പ്രതിസന്ധിയാണ്. സ്ഥിരമായിട്ട് ഇവിടെ വന്നാണ് പെട്രോൾ ഡീസൽ? വലിയ ബുദ്ധിമുട്ടാണ്. അതെ, 3 രൂപ കൂടി ഇരിക്കുന്നു. 3 രൂപ കൂടിയുണ്ട്. സേതു, ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. കാരണം ഒരു നിശ്ചിത സംഖ്യക്കൊക്കെ ആയിരിക്കും എല്ലാ ദിവസവും പെട്രോൾ അടിക്കുക. അപ്പോൾ ഒരു ഇൻഫർമേഷനും ഇല്ലാതെ പെട്ടെന്ന് രാവിലെ 3 രൂപ കൂട്ടിയെന്ന് പലരും ഈ പമ്പിലൊക്കെ എത്തിയതിനു ശേഷമാണ് അറിയുന്നത്. എന്തായാലും കേരളത്തിലെ പമ്പുകളിലും നിലവിൽ വിലവർധന പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സേതു. ഓക്കെ ഹാൻസേ, ശരി. അപ്പം ഇന്ധനവില വർദ്ധിച്ചിട്ടുണ്ട്. 3 രൂപ വെച്ചാണ് ഇന്ധനവില കൂടിയത്. 4 വർഷത്തിന് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ട്. 2022 അവസാനമായിട്ട് വില വർധനവുണ്ടായത്. അതിനുശേഷം വില വർധനവുണ്ടായിട്ടേ ഇല്ല. വില വർധനവുണ്ടായിട്ടില്ലെന്ന് വെച്ചാൽ വില കുറച്ചിട്ടുമില്ല. അതിനിടയിൽ വെച്ചിട്ട് രാജ്യാന്തര വിപണിയിലൊക്കെ ഈ വില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഇന്ധനവില കുറയ്ക്കാനും തയ്യാറായിട്ടില്ല, കൂട്ടിയിട്ടുമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഒരിക്കൽ കുറഞ്ഞു. ഒരു 1 രൂപ 95 പൈസയോളം കുറഞ്ഞിരുന്നു. അത് 2022 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു 1 രൂപ 95 പൈസയോ മറ്റോ കുറച്ചു എന്നതൊഴിച്ചാൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്ധന വിലയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരു രാജ്യം നമ്മുടേത് മാത്രമാണ്.